നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ എല്ലാ ദിവസവും ദീപം കൊളുത്തുന്ന ശീലമുണ്ട്. എല്ലാ മംഗളകരമായ ചടങ്ങുകളും നമ്മൾ ദീപം തെളിയിച്ചല്ലേ തുടങ്ങാറ്. വെളിച്ചമെന്നാൽ വിജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു, ഇരുട്ട് അജ്ഞതയെയും. ദീപം തെളിയിക്കുമ്പോൾ നാം ഇരുട്ടിനെ, അതായത് അജ്ഞതയെ അകറ്റി വെളിച്ചത്തെ എന്നുവെച്ചാൽ വിജ്ഞാനത്തെ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നാം ദീപത്തെ ഭഗവാനായി ആരാധിക്കുന്നു. ദീപം ദീപം ദീപം. ഭക്തി നിർഭരമായ ഏറെ പുതുമയുള്ള ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സന്ധ്യാദീപത്തിന് കുറെ അധികം പ്രത്യേകതകളുണ്ട്. അതിലാദ്യത്തേത്, പുതിയ അവതാരകയായി എനിക്ക് നിങ്ങളുടെ മുൻപിൽ വരാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്നത് തന്നെയാണ്. മറ്റൊന്ന്, സന്ധ്യാദീപം ഈ കാണുന്ന മനോഹരമായ സെറ്റിലേക്ക് മാറിയെന്നതാണ്. അതോടൊപ്പം നിരവധി പുതുമയാർന്ന മാറ്റങ്ങളുമായാണ് ഇനി സന്ധ്യാദീപം നിങ്ങൾക്ക് ദർശിക്കാനാവുക. മലയാള കലണ്ടർ മാസത്തിലെ അവസാന മാസമായാണ് കർക്കിടകം വരുന്നത്. ഈ മാസം രാമായണ മാസമായും ആചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടകം തീരും വരെ കർക്കിടകം സ്പെഷ്യൽ എപ്പിസോഡുകളായിരിക്കും സന്ധ്യാദീപത്തിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത്. മിക്ക ഹിന്ദു ഭവനങ്ങളിലും കർക്കിടകം 1 മുതൽ ആ മാസം തീരും വരെ രാമായണം ഭക്തി ആദരപൂർവ്വം വായിക്കുകയും തദ്ഫലമായി വീടിന് ഐശ്വര്യലബ്ധി ലഭിക്കുന്നു എന്നും വിശ്വസിച്ചു വരുന്നു. നമ്മളിവിടെയും അതേ വിശ്വാസപ്രകാരം രാമായണ പാരായണം ആരംഭിക്കുകയാണ്. അതിനായി നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നു ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണനെ. ഭക്ത്യാദരപൂർവ്വം നമുക്ക് ശ്രവിക്കാം രാമായണ പാരായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക ജയ ശ്രീരാമ മമ ഹൃദി രമതാ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നമസ്കാരം. ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം രാമായണം പാരായണം ചെയ്യുക എന്ന ഒരു ചടങ്ങുണ്ട്. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിദധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മോ കൊണ്ടേ. ഈ ശ്ലോകത്തിലൂടെ പരമേശ്വരൻ നമ്മൾക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ആധ്യാത്മിക രാമായണത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് അതിന്റെ രഹസ്യം അറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും അത് മുക്തിയും മോക്ഷവും ഈ ഭൂമിയിൽ തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സർവദേവേശ ജഗന്നായക കാരുണ്യബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയോ മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്ന് കേൾപ്പോ. ആകയാൽ ഞാൻ
ഞാനുണ്ടൊന്നു നിന്തിരുപടി തന്നോടാകാംക്ഷ പരവശ ചോദസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ഉമാമഹേശ്വര സംവാദമാണ്. വിജ്ഞാനം, ജ്ഞാനവൈരാഗ്യങ്ങൾ എന്നീ തത്വങ്ങളും ഭക്തി, ലക്ഷണം, സാഖ്യം, യോഗം, ക്ഷേത്രം, ഉപവാസം, യാഗാദികർമ്മം, തീർത്ഥസ്നാനം, ദാനധർമാദി എന്നിവയും ഫലപ്രാപ്തിയും അതിന്റെ വർണ്ണാശ്രമ ധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളെല്ലാം ഒന്നൊഴിയാതെ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഉമാമഹേശ്വരി തന്റെ ഭർത്താവായ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നതാണ്. ഉമാമഹേശ്വര സംവാദമാണ് ഈ രാമായണം മുഴുവനും നമ്മൾ അറിയുന്ന ഈ കഥ മുഴുവനും. അപ്പൊ ഇതെല്ലാം ഭഗവാൻ വളരെ വിസ്തരിച്ച് ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദോത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയം ആദ്യം ജനവ്യജനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മനസം മയാ തമസംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂന സംവാദം മോക്ഷസാധനം ചൊൽവേ കേട്ടാലും തെളിഞ്ഞു നീ. പരമാത്മാവായ ശ്രീരാമൻ പരമേശ്വരനാണ്, നമ്മുടെ പ്രകൃതിയുടെ പുരുഷനാണ്, അനാദിയും അനന്തവുമായ ഏകമായ കാരണമാണ്. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര സ്വരൂപമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വര രൂപമാണ് ഭഗവാൻ. ഏകനും അനാദിയും അജനും അവ്യയനും ആത്മാരാമനും സച്ചിന്മയനും സകലത്തിലും കുടികൊള്ളുന്നവനുമായ ആ തത്വത്തെ മനുഷ്യനെന്ന് കരുതി ധരിച്ചിടുന്നവർ മൂഢരാണ് എന്നാണ് പറയുന്നത്. മായയായ ഇരുട്ടുകൊണ്ട് അവരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ അവർ മനുഷ്യനായി കാണുന്നു. മനുഷ്യനല്ല, ഭഗവാൻ പരമാത്മസ്വരൂപമാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് അർത്ഥമാക്കി തരികയാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർഭങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മോ കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവോ കൈവല്യവും. രാമായണ തത്വം എന്ന് പറയുന്നത് തത്വമസി എന്ന വാക്ക് തന്നെയാണ്. അതായത് തത് ത്വം അസി, അത് നീ തന്നെയാകുന്നു. ഓരോ മനുഷ്യരും ഈ പരബ്രഹ്മത്തിന്റെ രൂപങ്ങൾ തന്നെ ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് രാമായണ തത്വം എന്ന് പറയുന്നത്. രാമായണം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭഗവാനും നമ്മളും ഭിന്നരല്ല. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ പരബ്രഹ്മം നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് രാമായണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ച പാദ കാചാരുണം
ശ്രീരാമചന്ദ്ര കൃപാല ഭജമന ഹരണഭാവദാരുണം ശ്രീരാം ശ്രീരാം. വാത്മീകി മഹർഷിയാൽ രചിക്കപ്പെട്ട രാമായണം ഒരു ഇതിഹാസ കാവ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും മാനവ സംസ്കാരത്തിന്റെ ഓരോരോ പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തുകയാണ് നിങ്ങളെ ഞാൻ വാത്മീകത്തിലൂടെ. ഇത് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ഏവർക്കും പരിചിതനായ സർവോപരി വലിയൊരു ഗുരുവായൂരപ്പൻ ഭക്തൻ കൂടിയായ ശ്രീ വ്യാസനെ ക്ഷണിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വാത്മീകത്തിലേക്ക് സ്വാഗതം. മുഴുവൻ പ്രേക്ഷകർക്കും ഒരു അനുഗ്രഹീതമായിട്ടുള്ള രാമായണ മാസക്കാലം ആശംസിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസക്കാലം അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതിനാണ് പ്രാധാന്യം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഒരു സന്ദർഭത്തിൽ വനവാസത്തിന് പോവാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീരാമൻ സീതയെ കൊണ്ടുപോവാതിരിക്കുന്ന സമയത്ത് സീതാദേവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാമായണങ്ങൾ പലതുണ്ട് കവിവരർ ആമോദത്തോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയെ കൂടാതെങ്ങ് രഘുവരൻ കാനനവാസത്തിൽ എങ്ങു പോയിട്ടുണ്ടു. പലവിധം രാമായണങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ അതിന്റെയൊക്കെ തന്നെ ഏറ്റവും മൂലസ്രോതസ് എന്ന് പറയുന്നത് സാക്ഷാൽ വാത്മീകി മഹർഷിയാൽ രചിതമായിട്ടുള്ള മൂല രാമായണം തന്നെയാണ്, അല്ലെങ്കിൽ വാത്മീകി രാമായണം തന്നെയാണ്. വാത്മീകി രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള ആദികവിയായിട്ടുള്ള രാമായണത്തിന്റെ പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനും ലോകത്തിനും ഒരുപോലെ സംഭാവന ചെയ്ത വാത്മീകി മഹർഷിയെ കുറിച്ചാണ് വാത്മീകത്തിന്റെ ഈ 1-ാം അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത്. വാത്മീകി മഹർഷിയുടെ ചരിത്രം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം പ്രജേതസ്സുകളുടെ പുത്രനാണ് എന്ന് പറയപ്പെടുന്നു. ചെറുപ്പത്തിൽ വഴിതെറ്റി വനവാസികളായിട്ടുള്ള കാട്ടുകൊള്ളക്കാരുടെ അടുത്ത് എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കാട്ടുകൊള്ളക്കാരനായി മാറുന്നു. നിരവധിയായിട്ടുള്ള സജ്ജനങ്ങളെ അദ്ദേഹം കൊള്ളയടിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന് കൊള്ളയടിക്കാനായി മുമ്പിൽ കിട്ടിയത് സാക്ഷാൽ സപ്തർഷികളെ ആയിരുന്നു. അവരുടെ ഒരു ചോദ്യം, താങ്കൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം പരിണിത ഫലം, കർമ്മഫലം അനുഭവിക്കാൻ താങ്കളുടെ കുടുംബവും തയ്യാറാണോ എന്നൊന്ന് അന്വേഷിച്ചു വരൂ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് രത്നാകരനിൽ നിന്ന് വാത്മീകിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. വാത്മീകിയുടെ പൂർവ്വരൂപമായിട്ടുള്ള രത്നാകരന്റെ മുഖത്ത് നോക്കി രത്നാകരന്റെ ഭാര്യ പറയുന്ന ആ വാചകം, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്നാണ്. തന്റെ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ രത്നാകരൻ സപ്തർഷികളെ നമസ്കരിക്കുകയും തന്റെ പാപങ്ങൾ വിട്ടുമാറുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വന്തം നാക്കുകൊണ്ട് രാമനാമം പറയാനുള്ള പുണ്യം പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാമജപത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ മഹർഷിമാർക്ക് സാധിച്ചില്ല. അവർ കണ്ടിരുന്ന ചില മരങ്ങൾ നോക്കി മര എന്ന ശബ്ദം ഉച്ചരിക്കാൻ അദ്ദേഹത്തോട് പറയുകയും അത് കാലക്രമേണ രാമ എന്ന രാമനാമമായി മാറുകയും ചെയ്തു എന്നാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സമയം തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി രാമനാമത്തിൽ ഉപാസിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരു ചിതൽപുറ്റ്, ഒരു വാത്മീകം വന്നുവെന്നും ആ തപസ്സിന്റെ അവസാനം ഈ വാത്മീകം പൊളിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന രത്നാകരൻ എന്ന് പൂർവ്വനാമമുള്ള ആ മഹർഷിയാണ് പിന്നീട് വാത്മീകി മഹർഷി എന്ന പേരിൽ അറിയപ്പെടുകയും രാമായണമായിട്ടുള്ള ആദികാവ്യം നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് അമ്പേറ്റ് വീണ സമയത്ത് ആ വേടനെ നോക്കി മാനുഷാദ പ്രതിഷ്ഠത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ നിന്നാണ് രാമായണത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നു. എല്ലാ സമയവും അടിച്ചമർത്തപ്പെട്ടവരുടെ, അവശരായിട്ടുള്ള ആളുകളുടെ, സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വാത്മീകിയെ നമുക്ക് കാണാൻ സാധിക്കും. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെ അഭയം നൽകുന്നത് വാത്മീകി മഹർഷിയാണ്. സീത ജന്മം നൽകുന്ന രാമന്റെ മക്കളായ ലവനും കുശനും ആദ്യ വിദ്യാഭ്യാസം നൽകുന്നത് വാത്മീകി മഹർഷിയാണ്. അധ്യാത്മരാമായണത്തിൽ വനവാസകാലത്ത് സീതാരാമന്മാർ വാത്മീകി മഹർഷിയുടെ ആദിത്വം സ്വീകരിച്ചതായി പറയുന്നു. ഇങ്ങനെ രാമായണത്തിന്റെ നിരവധി സന്ദർഭങ്ങളിൽ ഒരു കഥാപാത്രമായും ഒരേ സമയം രാമായണ കർത്താവായും ശോഭിക്കുന്ന ആ വാത്മീകി മഹർഷി സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് കാട്ടാളനിൽ നിന്ന് അറിവിന്റെ ഏറ്റവും പരകോടിയിലേക്ക് കയറിയ ആ വാത്മീകി മഹർഷിയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ രാമായണ മാസം നമുക്ക് ഏറ്റവും സമുചിതമായി തന്നെ ആചരിക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ വാത്മീകി മഹർഷിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നാം എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ പ്രത്യേകിച്ച് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം.
ഏതൊക്കെ അധാർമിക രീതിയിൽ നമ്മൾ സഞ്ചരിച്ചാലും, എത്രയൊക്കെ പാപബോധം നമ്മളിൽ ഉണ്ടായാലും, ഒരു സത്സംഗം കൊണ്ട്, നോക്കൂ, രത്നാകരന് സത്സംഗം കൊണ്ടാണ് വാത്മീകിയായി മാറാൻ സാധിച്ചത്. അതുപോലെ സത്സംഗം കൊണ്ട് നമ്മുടെ പാത അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ നാമജപത്തിന്റെ പ്രാധാന്യം. ഏറ്റവും മോശം പാതയിൽ സഞ്ചരിച്ചിട്ടും രാമ എന്ന മഹാനാമത്തിന്റെ മാത്രം മഹത്വം കൊണ്ട് കാട്ടാളനിൽ നിന്ന് ആദി കവിയായി മാറാൻ രത്നാകരന് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മൾക്ക് ഓരോരുത്തർക്കും നാം സഞ്ചരിക്കുന്ന പാത എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സത്സംഗം കൊണ്ടും നാമമഹിമ കൊണ്ടും നമ്മുടെ പാത ധർമ്മത്തിലേക്ക് തിരിക്കാനും നമ്മുടെ ജീവിതം ശാശ്വതമാക്കി മാറ്റാനും സാധിക്കും എന്ന് വാത്മീകി മഹർഷിയുടെ ചരിത്രം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കുന്നു. തൃപ്രയാർ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശ്രീരാമ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പുണ്യപ്രതിഷ്ഠയെ തൃപ്രയാർ തേവരെന്നും തൃപ്രയാർ അപ്പൻ എന്നും വിളിക്കപ്പെടുന്നു. നാലമ്പല ദർശനത്തിലെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാവട്ടെ നമ്മുടെ ദീപാരാധന കാഴ്ചകളുടെ തുടക്കം. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ത സീതാ ലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു ശ്രീരാമ വിഗ്രഹം പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവാൻ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു അത്രേ. ഭാർഗവക്ഷേത്ര ഭൂമിയായ കേരളത്തിലെ ഒരു മുക്കുവന് പിൽക്കാലത്ത് കടലിൽ നിന്ന് ആ വിഗ്രഹം ലഭിച്ചു. ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യസങ്കേതമാണ് പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമ രാമ തൃപ്രയാറിൽ വാഴും രാമ സീത മാനസത്തിൽ മന്ത്രമൊന്നേ രാമ രാമ. ഭാരതത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടത്തെ നിശബ്ദ പ്രകൃതി ആരുടെ മനസ്സിലും ആത്മീയ പ്രകാശം തെളിയിക്കുന്നതാണ്. ഭുവനനായക മോഹന സാർവഭൗമ. വാമന അവതാരം സ്വീകരിച്ച മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാർ എന്ന നാമം ലഭിച്ചു. തിരുപ്പാതയാർ ലോപിച്ച് തൃപ്രയാർ ആയെന്നും വിശ്വാസമുണ്ട്. ഹൃദയപത്മം ഇതളുകൾ നീർത്തി നിൽപ്പൂ രാമ. തൃപ്രയാർ അപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായെന്നും ഐതിഹ്യമുണ്ട്. എന്നുമേ ആനന്ദമാണയോധ്യാനാഥൻ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മേലിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശനത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും പൗരാണികവുമായ ഒരു നാലമ്പല ദർശന പാതയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നേതൃസ്ഥാനീയൻ കൂടിയാണ്
തൃപ്രയാർ ശ്രീരാമസ്വാമി. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ. പൂരങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് ആറാട്ടുപൂരം അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവതകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആറാട്ടുപൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ആസുരിക ശക്തികളായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസന്മാരെയും അവരുടെ പതിനായിരക്കണക്കിന് പടയാളികളെയും നിഗ്രഹിച്ച ശേഷം രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമൂർത്തി സങ്കല്പമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക്. ഈ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ഇരുവശത്തുമായി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചതുർബാഹുവായ ഭഗവാനെ ദർശിച്ചാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുമെന്നാണ് വിശ്വാസം. രാമം രമാവരം ധീരം മനോഹരം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് പുറമെ അനേകം ഉപദേവതകൾക്കും ഇവിടെ പൂജാ പ്രാധാന്യമുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹത്തെ ശിവഭാവത്തിലാണ് പൂജിക്കുന്നത്. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠയുണ്ട് എന്നതും സവിശേഷമാണ്. ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഹനുമാൻ, ചാത്തൻ തുടങ്ങിയ ഉപദേവതകളുടെ അദൃശ്യ സാന്നിധ്യവും തൃപ്രയാർ ക്ഷേത്രത്തിലുണ്ട്. എവിടെ ശ്രീരാമ മന്ത്രം ഉച്ചരിക്കുന്നുവോ അവിടെ രാമഭക്തനായ ശ്രീ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പം. എന്നാൽ ഇവിടെ ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ഹനുമാൻ ഈ ക്ഷേത്രത്തിൽ അദൃശ്യ ചൈതന്യമായി എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് ഹനുമാനായി കത്തിച്ചു വയ്ക്കും. മാത്രവുമല്ല, ഹനുമാന്റെ പ്രീതിക്കായി രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യേന വായിച്ചു പോരുന്നു. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ദേ. കൊടിയേറിയുള്ള ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ വെളുത്ത ഏകാദശി ആചരിക്കുമ്പോൾ വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷമാണ്. കതിനവെടി വഴിപാട് തൃപ്രയാർ തേവർക്ക് പ്രിയപ്പെട്ട വഴിപാടായി കരുതിപ്പോരുന്നു. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരത്തെ ഊട്ടുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇതിന് പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മീനൂട്ട് നടത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കൃതിയിലെ വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളും ദേവതാസങ്കല്പങ്ങളും ഏകമായ അദ്വൈത ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാക്ഷേത്ര സന്നിധിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇവിടെ എത്തി ഭഗവാനെ തൊഴുതു വണങ്ങുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് ഒരായുസിലെ തപസ്സിന്റെ പുണ്യവും. ജയ ജയ രഘുവീര സമർത്ഥ, ജയ ജയ രഘുവീര സമർത്ഥ. ഇത് ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു കീർത്തനമാണ്. രാമനാമത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന കൂടിയാണിത്. ഈ നാമം ജപിക്കുന്നതിലൂടെ മനസ്സിന് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നു എന്നതാണ് വിശ്വാസം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും വന്ദനം.